ശ്രീ വി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ പോറ്റി, മുരാരി ബാബു, KS ബൈജു ഇങ്ങനെ കിടന്ന് ചുറ്റുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായ സ്ഥലവും ഏറ്റവും നിർണായകമായ റോളും ഏറ്റവും ശാസ്ത്രീയമായി അന്വേഷിക്കപ്പെടേണ്ടതും സ്മാർട്ട് ക്രിയേഷൻസിലല്ലേ? ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് അവർ ഇതിനകം 2 വട്ടം പ്ലേറ്റ് മാറ്റിയ റിപ്പോർട്ടുകൾ നാം കണ്ടിരുന്നു. ഇതിലേക്ക് ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ കൊണ്ട് സത്യം പറയിക്കാൻ, അവിടെ എന്ത് നടന്നു എന്ന് പറയിക്കാൻ കഴിയുമോ, തെളിയുമോ? പിന്നെ ഇത് തീർച്ചയായിട്ടും അതിനുള്ള കപ്പാസിറ്റി SP ശശിധരനും വെങ്കടേഷ് സാറിനും ഉണ്ട്. ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. പക്ഷേ അത് പിന്നെ സുഭാഷ് ബാബു സാർ പറഞ്ഞതിനോട് പല പോയിൻറ്റ്സിനോട് എനിക്ക് യോജിപ്പാണുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ശരി. ഇപ്പോൾ ഉദാഹരണം ഇപ്പം പ്രദീപ് ചോദിച്ചാൽ സ്മാർട്ട് ക്രിയേഷൻസ്, ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്. അവരുടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട എവിഡൻസാണ് കളക്ട് ചെയ്യേണ്ടത്, നമുക്ക് കിട്ടേണ്ടത്. അവരെ വിളിക്കുമ്പോൾ അവരുടെ ടോപ്പ് ലോയറും കൊണ്ടേ അവർ വരുള്ളൂ. അതിനൊന്നും ഒരു സംശയം വേണ്ട. പിന്നെ അയാൾ പറയുകയാണ് ഒന്നീ ഡിജിറ്റൽ എവിഡൻസ് നമുക്ക് വേണ്ടത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഈ ഹൈക്കോടതി ജഡ്ജിമാർ, അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജിമാർ നിസ്സഹായാവസ്ഥയിലാവുന്നത് അവിടെയാണ്. ഈ പോലീസ് കളിക്കുന്നത് ഇവിടെയാണ്. അതായത് ഡിജിറ്റൽ എവിഡൻസ്, പിന്നെ ഡോക്യുമെൻറ്റ്സ്. ഈ ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്ഥിരം പരിപാടി, ഇപ്പോൾ സുഭാഷ് ബാബു സാർ പറഞ്ഞ പോലെ ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ട് അതുണ്ടെങ്കിൽ ഓക്കെ, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷേ ഹൈക്കോടതിക്ക് കൊടുക്കാത്ത ഈ മിനിറ്റ്സൊക്കെ ഉണ്ട്. അതിനങ്ങ് കത്തിച്ചളഞ്ഞെന്തോ ചെയ്യും? ഈ കത്തിച്ച് കളയലാണ് ഈ എത്രയോ കോടി രൂപയുടെ പാത്രം മോഷണത്തിൻ്റെയൊക്കെ രജിസ്റ്ററും കത്തിച്ച് കളയാണ് ചെയ്ത്. രജിസ്റ്റർ ഒന്നിലും ഈ ആഭരണം കൊണ്ടുവരുന്ന രജിസ്റ്റർ, അതിന് എഴുതുന്ന അത് കത്തിച്ച് കളയുക, എല്ലാം കത്തിക്കലാണ്. പിന്നെ 7 വർഷം മുമ്പ് 2019 ഡിജിറ്റൽ എവിഡൻസ് എങ്ങനെ എടുക്കും? ഫോൺ കിട്ടണ്ടേ? എൻ്റെ ഈ ഫോൺ 2019 ഞാൻ ഉപയോഗിച്ച ഫോണാണ്. എൻ്റെ പുറത്ത് ഇൻവെസ്റ്റേഷൻ വരണം, എനിക്ക് നല്ല ബാക്കിങ്ങും ഉണ്ട്, ഭരണകക്ഷികളുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ബാക്കിങ്ങാണ്. ഞാൻ ഈ മൊബൈൽ ഫോൺ നശിപ്പിച്ച് കളഞ്ഞാൽ ഏത് പോലീസ് വന്ന് എങ്ങനെ എടുക്കും എന്നാണ് പറയുന്നത്. പിന്നെ വാട്സപ്പ് മെസ്സേജസ് ആയിരിക്കും കൊടുക്കുന്നത്. വാട്സപ്പിന് ഇവിടുത്തെ സൈബർ സ്റ്റേഷൻകാർ വാട്സപ്പിന് ടെലഗ്രാമിന് എഴുതി ഊപ്പാട് വന്നിരിക്കുകയാണ്. അവർ കൊടുക്കും. വാട്സപ്പ് ഒന്നാമതിപ്പം USA ആയിട്ടിപ്പം നല്ല ബന്ധത്തിലുമില്ല. അപ്പോൾ വാട്സപ്പ് ഹെഡ് ക്വാർട്ടേഴ്സിൽ എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല, അവർ തരില്ല. അവർ അങ്ങനത്തെ വളരെ മോറൽ ടർപ്പിറ്റ്യൂഡോ റേപ്പ് അതുപോലുള്ള കേസിൽ ചോദിച്ചാൽ തരും. അല്ല, ഈ മൊബൈൽ ഫോൺ നശിപ്പിച്ച് കളഞ്ഞാൽ എവിടുന്ന് പോയി എവിഡൻസ് കളക്ട് ചെയ്യും? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളുണ്ട്. അത് പക്ഷേ ഞാൻ ഇങ്ങനെയുള്ളൊരു ചാനലിൽ പറയാൻ പാടില്ല. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. FBI പോലുള്ള ലോകത്തിലെ മോസ്റ്റ് റിഫൈൻഡ് പോലീസ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പോലീസ്, ഓസ്ട്രേലിയൻ പോലീസ് വരെ 3rd ഡിഗ്രി മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. വലിയ 3rd ഡിഗ്രി മെത്തേഡ്സ് അല്ലെങ്കിൽ ഒരു വാട്ടർ ബോർഡിങ്ങിനും ചിലപ്പോൾ നടത്തേണ്ടി വരും. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദീസ് എവിഡൻസസ്, അവർ ആ എവിഡൻസ് പൂഴ്ത്തി വെച്ച് പിന്നെ എങ്ങനെ നമ്മളത് ചോദിക്കും? എല്ലാ പോലീസും ഇതൊക്കെ ഉപയോഗിക്കും. ഓപ്പണായിട്ട് വന്ന് പറയില്ല, ജഡ്ജിമാർക്കും അറിയാം അത്യാവശ്യം തട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇവിടെ ഇതൊന്നും നടക്കില്ല. ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. നമ്മളത് ഒരു കൊച്ചുദാഹരണം പറഞ്ഞ് ഞാൻ പറയാം. ഇവിടെ ഞാൻ പേര് പറയുന്നില്ല, ഒരു സിനിമാ നടൻ്റെ ഒരു കേസ് നമ്മളെല്ലാം എത്രയോ ചാനൽ കിടന്ന് ചർച്ച ചെയ്തതാണ്, എന്തെല്ലാം കണ്ടു. പക്ഷേ ആക്ച്വലി എന്ത് നടന്നു? ഒന്നും നടന്നില്ല. ടോപ്പ് ലായറും കൊണ്ടാണ് അയാൾ വന്നത്. മൊബൈൽ ഫോണൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് ആക്ച്വൽ മൊബൈൽ ഫോണൊന്നും റിക്കവർ ചെയ്തിട്ടില്ല. എന്താ അയാളെ നേരമണ്ണം ചോദിക്കുമോ ഇവിടുത്തെ പോലീസ്? ചോദിച്ചോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1981 സബ് ഇൻസ്പെക്ടറായിട്ട് കയറിയതാണ്. 1981 തൊട്ട് ഞാൻ 2018 വരെ ഞാൻ ജോലി ചെയ്തു. ഇത്രയും സുദീർഘമായ കാലത്ത് എനിക്ക് പോലീസ് സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചത് 2 പീരീഡാണ്. ഒന്ന് VS അച്യുതാനന്ദൻ സാറ് ഇടതുപക്ഷ കൺവീനർ, നോട്ട് CM, ഇടതുപക്ഷ കൺവീനറായിരുന്ന ഒരു ലിമിറ്റഡ് പീരീഡ്. പിന്നെ AKN സാറിൻ്റെ മുഴുക്ക പീരീഡ്. ഈ 2 പീരീഡും പക്ഷേ അന്നത്തെ DGP KJ ജോസഫ് സാറായിരുന്നു. എക്സലൻറ്റ് പോലീസ് വർക്കാണ് നടന്നത്. ഈ 37 വർഷത്തിൽ എനിക്ക് ഈ ചെറിയ പീരീഡ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കിയുള്ള പീരീഡിലൊന്നും പോലീസിന് ഇൻഡിപെൻഡൻ്റായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ മോശപ്പെട്ട ഓഫീസർ ഉണ്ടായതുകൊണ്ടല്ല, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ.
ഇപ്പം 2 IAS ഓഫീസേഴ്സിൻ്റെ കാര്യം എന്തായി? അവർ എന്തൊക്കെയോ സർവീസ് ചെയ്തിരുന്നപ്പം പറഞ്ഞല്ലോ. 2 IPS ഓഫീസേഴ്സിൻ്റെ കാര്യം എന്തോന്നായി? ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ചാനലുകാരോ മീഡിയ ആരെങ്കിലും അവരെ സഹായിക്കാനുണ്ടോ? ഒരാൾക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല, 6 വർഷം മറ്റുമായി പെൻഷൻ കിട്ടിയിട്ടില്ല. ഒക്കെ പല കാരണങ്ങൾ. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ്റാണ്? ഗവൺമെൻറ് ഈസ് ഓൾ പവർഫുൾ. ആ ഗവൺമെൻറ്റിന് എഗൻസ്റ്റായിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്ററും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വളരെ ചുരുക്കം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CBIക്ക് പോകണമെന്ന്.